മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയുമായ ഒരു താരപുത്രിയാണ് കല്യാണി പ്രിയദർശൻ. ഇപ്പോഴിതാ കല്യാണിയുടെയും നസ്ലിൻ്റെയും പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വിശേഷങ്ങൾക്കിടയിൽ ഒരു അപകട വാർത്തയാണ് പുറത്തു വരുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നത് വഴി തന്നെ ഇവരുടെ വാഹനം, അതായത് ഈ ടീം സഞ്ചരിച്ച വാഹനത്തെ കാട്ടാന ആക്രമിച്ചു എന്നാണ്. വണ്ടിയിലുണ്ടായിരുന്ന ആർക്കും തന്നെ അപകടം ഇല്ല. എന്നാൽ വണ്ടി ചെറുതായി തന്നെ അപകടത്തിലായിട്ടുണ്ട്. വണ്ടിയുടെ സൈഡ് വശങ്ങളൊക്കെ തന്നെയും പോറിയിരിക്കുകയും ചപ്പിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാട്ടാന നല്ല രീതിയിൽ തന്നെ ആക്രമണം നടത്തി എന്നാണ് ഈ വീഡിയോയും ചിത്രങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ആ ഏരിയയിലൊക്കെ തന്നെയും കാട്ടാന ഈ സമയത്ത് ഇറങ്ങാറില്ലായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ടീം അംഗങ്ങൾ പോയത്. എന്നാൽ പോകുന്ന വഴിയിൽ തന്നെ വളരെ യാദൃച്ഛികമായി ആനയെ കാണുകയും എന്നാൽ ഒഴിഞ്ഞുമാറി നിൽക്കുമ്പോഴും ആന വന്ന് മനഃപൂർവ്വമായി ദേഷ്യത്തോടെ തന്നെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ വാർത്തയിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കല്യാണി പ്രിയദർശൻ നസ്ലൻ കൂട്ടുകെട്ടിൽ പിറക്കാൻ പോകുന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് സംഘത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇവർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ സുരക്ഷിതമായി മാറി എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ വണ്ടിയിൽ നിന്ന് ആന ആക്രമിക്കുമ്പോൾ പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ തന്നെ അപകടമുണ്ടായേനെ. ഈ ആന പ്രദേശത്തൊക്കെ തന്നെയും വളരെ ബഹളമുണ്ടാക്കിയിരുന്നു അതായി തന്നെ പറയുന്നുണ്ട്. ചാലക്കുടി ആതിരപ്പള്ളി കണ്ണംകുഴിയിൽ വെച്ചാണ് കാട്ടാന കാറിനെ ആക്രമിച്ചത്. ഈ ഏരിയയിൽ തന്നെ നേരത്തെ ആന ഇറങ്ങിയിട്ടുള്ളതായി തന്നെ പലരും പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതായി ആർക്കും അറിയില്ല എന്നും പറയുന്നു. വളരെ പ്രകോപനമായി തന്നെ ഇവർ പെരുമാറിയോ എന്ന സംശയമുണ്ടെങ്കിലും എന്നാൽ ഇവർ കാറ് ഒതുക്കിയിട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചതെങ്കിലും ആന ഇങ്ങോട്ട് വരികയായിരുന്നു എന്നാണ് പറയുന്നത്. വളരെ യാദൃച്ഛികമായി ഒഴിഞ്ഞു മാറാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് ആനയുടെ മുന്നിലേക്ക് അംഗങ്ങൾ എത്തുകയായിരുന്നു എന്ന് വാഹനത്തിലുള്ള എല്ലാവരും പറയുന്നുണ്ട്. ഇതോടെ തന്നെ കാട്ടാന ആക്രമണത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുത്തിട്ടുമുണ്ട്. ഒറ്റയാൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നാണ് ഫോറസ്റ്റ് അധികൃതരും അവിടെയുള്ള പോലീസ് അംഗങ്ങളുമൊക്കെ പറഞ്ഞത്. കുറച്ച് പ്രശ്നക്കാരനാണ് അദ്ദേഹമെന്നും ഇപ്പോൾ കുറച്ച് വയലന്റ് ആണ് എന്നും പറയുന്നുണ്ട്. പ്രദേശവാസങ്ങളിലൊക്കെ തന്നെയും ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും അദ്ദേഹം അതുകൊണ്ട് തന്നെ വളരെയധികം ക്രൂര സ്വഭാവത്തോടെയാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നും പറയുന്നു. ഒറ്റയാൻ ചിലപ്പോൾ ഉപദ്രവിച്ചേനെ എന്നും വളരെ തലനാഴിഴയ്ക്കാണ് ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വാഹനത്തിന് മാത്രമാണ് പ്രശ്നമുള്ളത്. വാഹനത്തിന് നേർക്ക് നേർ അറ്റാക്ക് ഉണ്ടാക്കിയത് കണ്ടപ്പോൾ തന്നെ, വാഹനം ചളുങ്ങിയത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇന്നലെ രാവിലെ 6:30 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകൾ ലൊക്കേഷനിൽ വരുന്ന വഴിക്കാണ് കണ്ണംകുഴി ഭാഗത്ത് വെച്ച് റോഡിന്റെ നടുവിൽ വെച്ച് കാട്ടാനയുടെ മുൻപിൽ തന്നെ പെട്ടത്. ആദ്യം വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും സംയോജിതമായ പലരുടെയും ഇടപെടൽ തന്നെയാണ് ഇവരുടെ ജീവൻ രക്ഷിച്ചത് എന്ന് സ്വയമേ പറയുന്നുണ്ട്. ഇവർ തന്നെ കാറിനുള്ളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ബഹളം വയ്ക്കാതിരിക്കുകയും അതുപോലെ ആന പോകുന്നതുവരെ പ്രദേശവാസത്തിന് തങ്ങുകയും ചെയ്തു. കാറിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അപകടമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. റോഡിന്റെ നടുവിൽ നിലയുറപ്പിച്ച കാട്ടാന വാഹനത്തെ അതിക്രൂരമായിട്ടായിരുന്നു ആക്രമിച്ചത്. അതിൽ നിന്ന് ആളുകൾ ഇറങ്ങാൻ വേണ്ടിയാണ് ആന ആക്രമിച്ചത്. അങ്ങനെ ആക്രമണം തുടർന്നിട്ടും ആളുകൾ ഇറങ്ങാത്തത് കൊണ്ട് ഒറ്റയാൻ അവിടെ നിന്ന് പോവുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.